സ്വാഗതം ടോപ് 10ലേക്ക്. കൺമുന്നിൽ നിന്ന് കവർന്നാലും നിയമത്തിന് മുന്നിൽ സംശയാതീതമായി തെളിയിക്കാനായില്ലെങ്കിൽ ശിക്ഷിക്കാനാകില്ല. നമ്മുടെ നിയമസംഹിതയുടെ പ്രധാന പഴുതുകളിലൊന്നാണത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നത് അടിസ്ഥാന തത്വവും. അതുകൊണ്ട് തന്നെയാണ് ഓരോ കുറ്റകൃത്യത്തിലും കൃത്യമായ അന്വേഷണവും തെളിവ് കണ്ടെത്തലും ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതടക്കമൊക്കെ ഇത്രയേറെ നിർണായകമാകുന്ന ഘടകങ്ങളും. ഇതിലെവിടെ വീഴ്ച പറ്റിയാലും അല്ലെങ്കിൽ മന്ദതയുണ്ടായാലും കുറ്റം ചെയ്തവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ 2ാം കേസിലും ജാമ്യം നേടി ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക്. വിശദമായ റിപ്പോർട്ടുകളൊക്കെ കാണാം. ആദ്യം തലക്കെട്ടുകൾ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ പൂർണ്ണ രൂപം 5 ദിവസത്തിനകമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ തീരുവ കുറയ്ക്കുക കരാർ ഒപ്പിട്ട ശേഷം മാത്രം. വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പരിഗണനയിലെന്ന വിദേശകാര്യ മന്ത്രാലയം. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമോ എന്നതിൽ വ്യക്തതയില്ല. തീരുമാനം ജനങ്ങളെ മുന്നിൽ കണ്ടെന്നും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം. आज भारत वैश्विक मंचों पर ग्लोबल साउथ की बुलंद आवाज बन गया है. ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ. 9 വലിയ രാജ്യങ്ങളുമായി ഇന്ത്യ വ്യാപാര കരാർ ഉണ്ടാക്കിയെന്ന് മോദി. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മറുപടി പ്രസംഗം. സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം. 20 വർഷത്തിനിടെ പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെ നന്ദിപ്രമേയം പാസാക്കി ലോക്സഭ. പ്രതിപക്ഷ പ്രതിഷേധം കണക്കിലെടുത്ത് തന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രധാനമന്ത്രി ലോക്സഭയിലെത്താത്തതെന്ന് സ്പീക്കർ ഓം ബിർള. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായി. കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത് അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ. മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നതടക്കം 10 കർശന ഉപാധികൾ. ഉടൻ ചോദ്യം ചെയ്യാൻ ED. തന്ത്രിയുടെ റിമാൻഡ് വീണ്ടും നീട്ടി. ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യുക. പ്രകടനം നടത്തിയാണ് മാമുക്കോയ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി മുഖമടച്ചൊന്ന് കൊടുത്ത് പറയുന്നുണ്ട്, ഇമാതിരി സമയത്തല്ല ഇതുപോലുള്ള വർത്തമാനം പറയേണ്ടത് എന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ ഏറ്റുമുട്ടി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ. പോറ്റി പുറത്തിറങ്ങുന്നതോടെ തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്നും സ്വർണം വിറ്റത് കേരളത്തിന് പുറത്തെന്നും ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SIT അന്വേഷണം തൃപ്തികരമെന്ന ഹൈക്കോടതി പരാമർശം ഉയർത്തിക്കാട്ടി ഭരണപക്ഷം. ചർച്ചയില്ലാതെ ധനവിനിയോഗ ബിൽ പാസാക്കി. സഭ പിരിഞ്ഞു. കേരള വന ഭേദഗതി ബില്ലിന് ഗവർണറുടെ അംഗീകാരം. ഇനി സ്വന്തം ഭൂമിയിലെ ചന്ദനമരം മുറിച്ച് വനം വകുപ്പ് മുഖേന വിൽപ്പന നടത്താം. ചന്ദന കൃഷി വ്യാപിപ്പിക്കുമെന്ന് സർക്കാർ. വന്യജീവി സംരക്ഷണ ബിൽ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചു. റോഡ് സുരക്ഷയ്ക്കായി വിദ്യാഭ്യാസ മോട്ടോർ വാഹന വകുപ്പുകൾ ഒരുമിച്ച് മുന്നോട്ട്. അപകടങ്ങൾ ഒഴിവാക്കാൻ റോഡ് സേഫ്റ്റി കേഡറ്റ് പദ്ധതി. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി സംവരണത്തിൽ ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കാൻ നീക്കം. NSSന് അനുകൂലമായ വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാമെന്ന് മന്ത്രി V ശിവൻകുട്ടി. VS അച്യുതാനന്ദനുള്ള പത്മവിഭൂഷൺ സ്വീകരിക്കുന്നതിൽ പാർട്ടി നിലപാടിനൊപ്പമെന്ന് VSന്റെ കുടുംബം. ജനഹൃദയങ്ങളിലെ സ്ഥാനമാണ് വലുതെന്നും പുരസ്കാരം അദ്ദേഹത്തിനുള്ള ആദരമായി കാണുന്നുവെന്നും മകൻ VA അരുൺകുമാർ. സന്തോഷ് ട്രോഫിയിൽ കേരളം ഫൈനലിൽ. സെമിയിൽ പഞ്ചാബിനെ തകർത്തത് എതിരില്ലാത്ത 4 ഗോളുകൾക്ക്. മുഹമ്മദ് റിയാസിന് ഇരട്ട ഗോൾ. ഞായറാഴ്ചത്തെ ഫൈനലിൽ സർവീസസിനെ നേരിടും. വനിതാ പ്രീമിയർ ലീഗ് ഫൈനലിൽ ഡൽഹിക്കെതിരെ ബംഗളൂരുവിന് 204 റൺസ് വിജയലക്ഷ്യം. ISLൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് കൊച്ചി തന്നെ. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുമെന്ന GCDA. സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ച് സർക്കാർ. തീരുമാനം പുതിയ കേന്ദ്ര ചട്ടപ്രകാരം. സമസ്ത വിഭാഗത്തിലെ ഉമർ ഫൈസി മുക്കം ബോർഡിൽ. ചെയർമാനായി MK സക്കീർ തുടരും. 2 അമുസ്ലിങ്ങളുടെ ഒഴിവ് പിന്നീട് നികത്തും.
സ്റ്റോറി ഓഫ് ദ ഡേ: പ്രതിസന്ധികളിലും കൃഷിയെ ചേർത്ത് പിടിച്ച് ഒരു ഇടുക്കിക്കാരൻ. റിപ്പോർട്ടുകൾ വിശദമായി നോക്കാം. ഇന്ത്യ-US വ്യാപാര കരാറിന്റെ ഉള്ളടക്കം എന്തെന്നറിയാൻ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാജ്യം. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്നും ചരിത്രപരമായ വഴിത്തിരിവെന്നും കേന്ദ്രമന്ത്രിമാർ മാറി മാറി വിശേഷിപ്പിക്കുമ്പോഴും വ്യക്തത വരുത്തേണ്ട നിരവധി ഘടകങ്ങൾ ഇതിലുണ്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ഈ കരാർ സംബന്ധിച്ച് ധാരണ അറിയിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത്. വെനിസ്വേലയിൽ നിന്ന് വീണ്ടും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കാര്യം ഇന്ത്യയിലെ എണ്ണ കമ്പനികളാണ് തീരുമാനിക്കേണ്ടതെന്നും രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ മുൻനിർത്തി അത്തരം തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രഖ്യാപിച്ചുവെങ്കിലും റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ അവസാനിപ്പിച്ചോ എന്നതിൽ ഇനിയും വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ല. ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം പാർലമെന്റിൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് പുതുതായി ഒന്നും പറയാനില്ല എന്ന് വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഇന്ത്യയുടെ ദീർഘകാല ഊർജ്ജ ആവശ്യങ്ങളും വാണിജ്യപരമായ പരിഗണനകളും കണക്കിലെടുത്താണ് ഊർജ്ജ ഇറക്കുമതി സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര തീരുമാനം ജനങ്ങളെ മുന്നിൽ കണ്ടെന്നും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരാർ ഒപ്പിട്ട ശേഷം മാത്രമായിരിക്കും ഇന്ത്യ തീരുവ കുറയ്ക്കുകയെന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. കരാറിന്റെ പൂർണ്ണരൂപം ഉടൻ പുറത്തുവരുമെന്നും സംയുക്ത പ്രസ്താവന പുറത്തുവന്നാൽ US തീരുവ കുറയ്ക്കുമെന്നും ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. That ensuring the energy security of 1.4 billion Indians is the supreme priority of the government. Diversifying our energy sourcing in keeping with objective market conditions and evolving international dynamics is at the core of our strategy to ensure this. All of India's decisions are taken and will be taken with this in mind. അതേസമയം വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് 2020 വരെ ഇന്ത്യ അവിടെ നിന്നും എണ്ണ വാങ്ങിയിരുന്നതായി രൺധീർ ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടി. വെനസ്വേലയിൽ നിന്നും വീണ്ടും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കാര്യം ഇന്ത്യയിലെ എണ്ണ കമ്പനികളാണ് തീരുമാനിക്കേണ്ടത്. രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ മുൻനിർത്തി അത്തരം തീരുമാനങ്ങളുമായി അവർ മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കുന്നു. എന്നാൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ അവസാനിപ്പിച്ചോ എന്നതിൽ വ്യക്തമായ മറുപടി നൽകിയതുമില്ല. ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. വരുന്ന മാർച്ച് മാസത്തിൽ കരാർ ഒപ്പുവെക്കുമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള സംയുക്ത പ്രസ്താവന വരും ദിവസങ്ങളിൽ പുറത്തിറങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അതേസമയം ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇന്ത്യയും US തമ്മിൽ അർത്ഥവത്തായ ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മുടെ നേതാക്കൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞുവെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. വ്യാപാര കരാറിന്റെ പൂർണ്ണ രൂപം 4-5 ദിവസങ്ങൾക്കുള്ളിൽ എന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യ തീരുവ കുറയ്ക്കുക കരാർ ഒപ്പിട്ട ശേഷം മാത്രമാണെന്നും കരാർ സംബന്ധിച്ച് നിയമപരമായ നടപടികൾ മാർച്ച് പകുതിയോടെ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകം മുഴുവൻ ഇന്ത്യയുടെ പ്രാഗൽഭ്യം തിരിച്ചറിഞ്ഞു. സാമ്പത്തിക രംഗത്ത് വലിയ വികസനമാണ് രാജ്യം കൈവരിച്ചത്. എല്ലാ മേഖലയിലും രാജ്യം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ചയുടെ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രസംഗത്തിനിടെ പ്രതിഷേധിച്ച പ്രതിപക്ഷത്തെ പ്രധാനമന്ത്രി രൂക്ഷമായി പരിഹസിക്കുകയും ചെയ്തു. രാജ്യസഭയിലെത്തിയ പ്രധാനമന്ത്രിയെ മോദി മോദി എന്ന് വിളിച്ചാണ് ഭരണപക്ഷം വരവേറ്റത്. ഏകാധിപത്യം സഭയിൽ അനുവദിക്കില്ല എന്നും പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിച്ചു. മല്ലികാർജുൻ ഖാർഗെ ഇരുന്ന് പ്രതിഷേധിച്ചാൽ മതിയാകുമെന്നും യുവാക്കൾ ഒരുപാടുണ്ടല്ലോ എന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പരിഹാസം. आदरणीय खड़गे जी की उम्र देखते हुए वो बैठ करके भी नारे बोल सकते हैं तो अच्छा होगा ताकि उनको कष्ट न हो. പ്രധാനമന്ത്രിയുടെ പ്രസംഗം തുടങ്ങി 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിഷേധിച്ച് തളർന്നവർ ഇറങ്ങിപ്പോയെന്നും ചോദ്യങ്ങളിൽ നിന്നും ഓടിയൊളിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റമാണ്. കായിക രംഗത്തും ശാസ്ത്രരംഗത്തും ആത്മവിശ്വാസം വർദ്ധിച്ചു. ലോകം ഇന്ത്യയെ വിശ്വസ്ത പങ്കാളിയായി കാണുന്നു.
9 വലിയ രാജ്യങ്ങളുമായി വ്യാപാര കരാർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി US-ഉം യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറുകളെ പറ്റിയും പരാമർശിച്ചു. ग्लोबल साउथ की चर्चा करता है, लेकिन उस चर्चा के सूत्रधार के रूप में आज भारत वैश्विक मंचों पर ग्लोबल साउथ की बुलंद आवाज बन गया है. फ्यूचर रेडी ट्रेड डील्स कर रहा है. പ്രതിപക്ഷം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് വിമർശിച്ച പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചു. യുവരാജാവിന് എന്തൊരു അഹങ്കാരം എന്നായിരുന്നു ചോദ്യം. कांग्रेस के शातिर दिमाग जिनका है, ऐसे युवराज ने उनको गद्दार कह दिया. अहंकार कितनी 7वें आसमान पर पहुंच चुका है इनका. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടിയല്ല കോൺഗ്രസ് പ്രവർത്തിച്ചത് എന്നും UPA ഭരണകാലത്ത് ബാങ്കിംഗ് മേഖല പൂർണ്ണമായും തകർന്നു എന്നതടക്കമുള്ള രൂക്ഷ വിമർശനങ്ങളും പ്രധാനമന്ത്രി രാജ്യസഭയിൽ ഉന്നയിച്ചു. മുൻ കരസേനാ മേധാവി ജനറൽ MM നരവനെയുടെ പുസ്തകത്തെപ്പറ്റി സംസാരിക്കാൻ രാഹുൽ ഗാന്ധിയെ അനുവദിക്കാത്തതിനെ ചൊല്ലിയുള്ള ബഹളം കാരണം ലോക്സഭ ഇന്നും സ്തംഭിച്ചിരുന്നു. ഇതിനു പിന്നാലെയായിരുന്നു രാജ്യസഭയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സൂചിപ്പിച്ചതുപോലെ മുൻ കരസേനാ മേധാവി MM നരവനെയുടെ പുസ്തകം സഭയിൽ വായിക്കാൻ രാഹുൽ ഗാന്ധി അനുവദിച്ചില്ല. പ്രതിഷേധിച്ച പ്രതിപക്ഷം ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ മറുപടി ഇല്ലാതെയാണ് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ലോക്സഭ പാസാക്കിയത്. പ്രധാനമന്ത്രി ഇന്നലെ നന്ദിപ്രമേയത്തിന് മറുപടി നൽകുമെന്നാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും പ്രതിപക്ഷത്തിന്റെ തുടർച്ചയായ ബഹളങ്ങൾക്കും ഒപ്പം ഈ പ്രതിഷേധങ്ങൾക്കുമൊക്കെ പിന്നാലെ ലോക്സഭ ഇന്നലെയും ഉച്ചവരെ നിർത്തിവെച്ചിരുന്നു. ഇന്ന് തുടങ്ങിയപ്പോൾ തന്നെ ബഹളം തുടങ്ങുകയും ചെയ്തു. ലോക്സഭാ ബജറ്റ് സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിൽ നടത്തിയ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയം പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെയാണ് പാസ്സായത്. രാഷ്ട്രപതി നടത്തിയ പ്രസംഗത്തിന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള നന്ദിപ്രമേയം വായിക്കുകയും ശബ്ദ വോട്ടിലൂടെ പ്രമേയം പാസ്സാക്കുകയുമായിരുന്നു. 2004 ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് അംഗീകാരം നൽകുന്നത്. ചർച്ചയും പ്രധാനമന്ത്രിയുടെ മറുപടിയുമില്ലാതെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയം പാസ്സാക്കുന്നതും അസാധാരണമാണ്. അതേസമയം മുൻ കരസേനാ മേധാവി ജനറൽ MM നരവനെയുടെ പുസ്തകം ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധിയെ അനുവദിക്കാത്തതിനെ ചൊല്ലിയുള്ള ബഹളം കാരണം ലോക്സഭ ഇന്നും പ്രക്ഷുബ്ധമായി. പ്രമേയം അവതരിപ്പിച്ച് BJP നേതാക്കളായ സർബാനന്ദ സോനോവാൾ, തേജസ്വി സൂര്യ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞാണ് രാഹുൽ ഗാന്ധി ജനറൽ MM നരവനെയുടെ പുസ്തകം ഉന്നയിക്കാൻ ശ്രമിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷാംഗങ്ങൾ ട്രഷറി ബെഞ്ചുകളിലേക്ക് മാർച്ച് നടത്തിയ രീതി സഭയുടെ അന്തസ്സിന് എതിരാണെന്നും അത്തരം സാഹചര്യങ്ങളിൽ ഒരു പ്രിസൈഡിംഗ് ഓഫീസർക്ക് സഭ നടത്തുന്നത് ബുദ്ധിമുട്ടാണെന്നും സഭ സമ്മേളിച്ച ഉടനെ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ഇന്നും ലോക്സഭയിൽ നരവനെയുടെ പുസ്തകവും സറണ്ടർ മോദി എന്നെഴുതിയ പ്ലക്കാർഡും ബാനറുകളുമായി പ്രതിപക്ഷം ബഹളം വെച്ചു. ജനങ്ങൾ നിരന്തരം നിരാകരിക്കുന്ന ബോധമില്ലാത്ത ബാലന്റെ തടവറയിലാണ് കോൺഗ്രസ് എന്ന് BJPയും തിരിച്ചടിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച മുഖ്യ ആസൂത്രകനെന്ന് SIT വിശേഷിപ്പിച്ച പ്രതി. പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ SITയുടെ തന്നെ പിടിപ്പുകേട് കൊണ്ടോ അതോ കുറ്റപത്രം നൽകാൻ വൈകിയെന്ന ആനുകൂല്യം കൊണ്ടോയൊക്കെ അദ്ദേഹം പുറത്തിറങ്ങുന്നു. അതിസങ്കീർണമായ കേസാണ്, അതുകൊണ്ട് തന്നെ കുറ്റപത്രം വൈകുന്നത് അന്വേഷണത്തെ ബാധിക്കില്ല എന്ന് ഹൈക്കോടതിയും പറയുന്നുണ്ടെങ്കിലും മുഖ്യപ്രതിയായി കാണുന്ന വ്യക്തി തന്നെ ജാമ്യം നേടി പുറത്തിറങ്ങുന്നത് അന്വേഷണത്തെ തന്നെ അട്ടിമറിക്കുമോ എന്ന ആശങ്കയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങുന്നതോടെ കേസിൽ ജയിൽ മോചിതരാകുന്നവരുടെ എണ്ണം 4ആയി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ജനുവരി 21 ദ്വാരപാലക ശില്പക്കേസിൽ സ്വാഭാവിക ജാമ്യം അനുവദിച്ചതിനു പിന്നാലെ ഇന്ന് കട്ടിളപ്പാളി കേസിലും പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്. ആഴ്ചയിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണം. അന്വേഷണത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ ഒരിടപെടലും നടത്തരുത്. സാക്ഷികളെ സ്വാധീനിക്കാനോ സംസ്ഥാനം വിട്ട് പുറത്തു പോകാനോ പാടില്ല. കൂടാതെ 2 ലക്ഷം രൂപ വീതമുള്ള 2 പേരുടെ ആൾജാമ്യവും നൽകണം. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതും ജാമ്യത്തിന് അനുകൂല വഴിയൊരുക്കി. കേസിൽ പുറത്തിറങ്ങുന്ന 4ാമത്തെ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ എന്നിവർക്കും സമാന സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കുകയായിരുന്നു. S. ശ്രീകുമാറിനെ തെളിവുകളുടെ അഭാവത്തിലും വെറുതെ വിട്ടിരുന്നു. അതേസമയം കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് കാലാവധി നീട്ടി. 14 ദിവസത്തേക്ക് കൊല്ലം വിജിലൻസ് കോടതിയാണ് റിമാൻഡ് കാലാവധി നീട്ടിയത്. ഓൺലൈനിലൂടെയാണ് തന്ത്രി കോടതിയിൽ ഹാജരായത്. അമൃത ന്യൂസ്, കൊല്ലം.
ജാമ്യം കിട്ടി പുറത്തിറങ്ങിയെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരെ വരിഞ്ഞു മുറുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറെടുക്കുകയാണ്. മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകും. ജാമ്യം ലഭിച്ചാലുടൻ പോറ്റിക്ക് സമൻസ് അയക്കും. പോറ്റിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാമെന്നാണ് EDയുടെ കണക്കുകൂട്ടൽ. അതേസമയം SITയുടെ പ്രതിപ്പട്ടികയിലുള്ളവർക്ക് പുറമെ മറ്റു ചിലരിലേക്ക് കൂടി ED അന്വേഷണം എത്തിയേക്കും. പത്തനംതിട്ട തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ബാങ്കിൽ ED റെയ്ഡ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി തന്ത്രി കണ്ഠരര് രാജീവര് 2.5 കോടി രൂപ നിക്ഷേപിച്ചുവെന്നും ആന്റോ ആന്റണി MP ഈ പണം പിൻവലിച്ചുവെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു ആരോപണമുന്നയിച്ചതിന് പിന്നാലെയാണ് ED റെയ്ഡ്. ബാങ്ക് ഉടമ NM രാജുവിന്റെ വീട്ടിലടക്കമാണ് പരിശോധന നടന്നത്. ഇതേ ബാങ്കിൽ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ ED കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊച്ചി, കോഴിക്കോട് യൂണിറ്റുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. ശബരിമല വിഷയത്തിൽ തുടർച്ചയായ 3-ാം ദിവസവും നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ പോർവിളി തന്നെയായിരുന്നു. SIT അന്വേഷണം തൃപ്തികരമെന്ന ഹൈക്കോടതി പരാമർശം ഉയർത്തിക്കാട്ടി ഭരണപക്ഷം പ്രതിരോധിച്ചപ്പോൾ അന്വേഷണത്തിൽ വീഴ്ചയാണ്, പ്രതികൾ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കുമെന്നൊക്കെ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷവും വാക്പോര് തുടർന്നു. സഭാ നടപടികളുമായി സഹകരിക്കാത്ത പ്രതിപക്ഷത്തെ സ്പീക്കർ ശക്തമായി വിമർശിച്ചു. നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി. ബഹളത്തെ തുടർന്ന് 10 മണിയോടുകൂടി സഭ പിരിയുകയും ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരായ പ്രതിഷേധത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് ഉറപ്പിക്കുകയാണ് പ്രതിപക്ഷം. രാവിലെ 8:30യോടുകൂടി സഭയ്ക്ക് പുറത്ത് ഒരുമിച്ച് കൂടിയ UDF അംഗങ്ങൾ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. അപകടകരമായ നിലയിലേക്ക് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയെക്കുറിച്ചുള്ള അന്വേഷണം പോവുകയാണ്. എല്ലാ പ്രതികളും പുറത്തിറങ്ങുകയും ഇനിയും അകത്തു പോകേണ്ട പ്രതികൾ പുറത്തു നിൽക്കുകയും ചെയ്യുകയാണ്. അന്വേഷണം, വ്യാപകമായ അന്വേഷണം ബാക്കിയുള്ള പ്രതികളിലേക്ക് കൂടി പോകുന്നില്ല എന്നത് അപകടകരമാണ്. തുടർന്ന് പ്രതിഷേധ മാർച്ചോടുകൂടി അകത്തേക്ക് കയറി. ചോദ്യോത്തരവേള മുതൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസം സഭയിലുണ്ടായ സംഘർഷത്തിൽ പ്രതിപക്ഷ നേതാവ് വാച്ചാൻവാർഡുമാരെ പ്രതിക്കൂട്ടിലാക്കുകയും സ്പീക്കർ പ്രതിരോധിക്കുകയും ചെയ്തു. ഒരു പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചു കയറുന്നത് പോലെയാണ് ഇവിടെ കയറിയിട്ടുള്ളത്. ഒരു തരത്തിലും പ്രകോപനം വാച്ചൻവാർഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതേസമയം വാച്ചൻവാർഡിനെ കൊടികെട്ടിയ, ബാനർ കെട്ടിയ വടി കൊണ്ട് അടിക്കാൻ നിങ്ങളുടെ സാമാജികന്മാർ തയ്യാറായി. സഭയിൽ കഴിഞ്ഞ ദിവസം അങ്ങ് ചില പ്രയാസങ്ങൾ പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ മെമ്പർമാര് ഡയസിലേക്ക് എരച്ചു കയറിയെന്ന്. സർ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവരുടെ കയ്യിലുള്ള ബാനർ വാച്ച് ആൻഡ് വാർഡ് ബലമായി ഈ സഭയിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ പിടിച്ചു വലിച്ചപ്പോൾ അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഡയസിലേക്ക് കയറിയത്. തുടർന്ന് സ്വർണ്ണക്കൊള്ളയിൽ മുദ്രാവാക്യങ്ങളുമായി ഇരുപക്ഷവും പോർവിളി നടത്തി. സോണിയാഗാന്ധിയും പോറ്റിയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം ഉയർത്തി ഭരണപക്ഷവും, അമ്പലം വിഴുങ്ങികൾ എന്ന പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിപക്ഷവും പോരടിച്ചു. SIT അന്വേഷണത്തിൽ തൃപ്തി എന്ന ഹൈക്കോടതിയുടെ പരാമർശം ഉയർത്തിക്കാട്ടിയാണ് ഭരണപക്ഷം പ്രതിരോധിച്ചത്. യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തരുത് എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ തുടക്കം മുതലുള്ള ആഗ്രഹമെന്ന് മന്ത്രി MP രാജേഷ് ആരോപിച്ചു. സർ, ഏത് കാലത്താണ് പോറ്റി കയറിയത് എന്ന് ഇന്നലെ പുറത്തു വന്നില്ലേ? പോറ്റി കയറിയത് മരിച്ചുപോയ പരേതനായ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് പ്രസിഡന്റായിരുന്ന കാലത്തല്ലേ? അദ്ദേഹത്തറയിൽ മെമ്പറായിരുന്ന കാലത്തല്ലേ? ഇനി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് പാടാൻ? SITയുടെ അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്നും പ്രതികൾ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കുമെന്നും ഉന്നത CPM നേതാക്കളിൽ അന്വേഷണം എത്താതിരിക്കാനാണ് സർക്കാർ നീക്കമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ CPMന്റെ പ്രധാനപ്പെട്ട ആളുകൾ, നേതാക്കൾ ക്യൂവിലാണ്, അവർ ജയിലിൽ പോകും എന്നുള്ള ഭയം കൊണ്ടാണ്. തുടർന്ന് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. സഭാ നടപടികളുമായി സഹകരിക്കാത്ത പ്രതിപക്ഷ നിലപാടിനെ സ്പീക്കർ വിമർശിച്ചു. 10 മണിയോടുകൂടി സഭ പിരിയുകയും ചെയ്തു. ഭരണപക്ഷ അംഗങ്ങളും ബാനറും പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് പുറത്തിറങ്ങി. എത്രയോ അധികം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന നിയമസഭാ വേദിയിൽ UDF വളരെ നിഷേധാത്മകമായ നിലപാടാണ് നിയമസഭയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നവും ചർച്ച ചെയ്യാൻ അവർ തയ്യാറല്ല. സഭാന്തരീക്ഷം അലങ്കോലമാക്കി തെരുവ് ചട്ടമ്പികളെ പോലെ അവർ പെരുമാറുകയാണ്.
SIT അന്വേഷണത്തെ പിന്തുണച്ച ഹൈക്കോടതി പരാമർശമുയർത്തി ആരോപണങ്ങളെ സർക്കാർ നേരിട്ടാലും പ്രാഥമിക കുറ്റപത്രം പോലും നൽകാനാകാത്തത് SITയുടെ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് പ്രതിപക്ഷവും മുന്നോട്ടു പോകുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിയത് ഗൂഢാലോചനയുടെ ഭാഗമായെന്ന് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 90 ദിവസത്തിൽ കുറ്റപത്രം സമർപ്പിക്കാതെ സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഴുവൻ പ്രതികളെയും പുറത്തു കൊണ്ടുവരാനായി ഗൂഢാലോചന നടത്തി പ്രതികളുടെ ജാമ്യം ഹൈക്കോടതിയും സുപ്രീം കോടതിയും നിരസിച്ചതാണെന്നും സ്വർണ്ണക്കൊള്ളക്കേസിൽ തങ്ങളുടെ ആരോപണങ്ങൾ അടിവരയിടുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത് എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് അടിവരയിടുന്ന സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ കൊള്ളക്കേസിലെ സ്വർണ്ണക്കൊള്ളക്കേസിലെ 1-ാം പ്രതി പുറത്തു വന്നിരിക്കുന്നു. ഇവരുടെ എല്ലാം ജാമ്യം, ഇതിലെ പ്രതികളുടെ പലരുടെയും ജാമ്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും നിരസിച്ചാണ്. അയ്യപ്പൻ്റെ സ്വർണം കെട്ടിട്ട് ജാമ്യത്തിന് വരുന്നോ എന്നാണ് സുപ്രീം കോടതി രൂക്ഷമായി ചോദിച്ചത്. ഇവർക്കെല്ലാം അപ്പോൾ ജാമ്യം കിട്ടില്ല. അതുകൊണ്ട് പിന്നെ ജാമ്യം കിട്ടാനുള്ള വഴി ഏതാ? 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ CPM തന്നെയാണെന്നും കേസിൽ കൃത്യമായി അന്വേഷണം നടന്നിട്ടില്ല എന്നും K സുധാകരൻ. ജാമ്യം കിട്ടി വരുന്നവരൊക്കെ CPMുമായി ബന്ധമുള്ളവരാണ്. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും CPM കൂട്ടുനിൽക്കുന്നുവെന്നും അദ്ദേഹം കോഴിക്കോട് ആരോപിച്ചു. ഈ കള്ളപ്പണം, ഈ കള്ളസ്വർണം, ഈ സ്വർണം കള്ളക്കടത്തായി കൊണ്ടുപോയത് ഇവരാണ് എന്നതിൻ്റെ പിറകിൽ CPMന്റെ കരുത്തും CPMന്റെ ശക്തിയും ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്, ജനങ്ങൾക്കറിയാം എന്നതിനെക്കുറിച്ച് നിങ്ങളെല്ലാം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും വലിയ സ്വർണം അടിച്ചുകൊണ്ട് സ്വർണ്ണക്കൊള്ളയിൽ SIT കൊണ്ടൊന്നും നടക്കില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ്. യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കാൻ സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ CBIക്ക് കേസ് വിടണം. മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അന്വേഷണം CBIക്ക് വിടട്ടെ എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആഭ്യന്തരമന്ത്രി ഒരു വീഴ്ചയാണെന്ന് പറയുമ്പോൾ SITക്ക് ധൈര്യം ഉണ്ടാവോ അത് വീഴ്ചയല്ല എന്ന് പറയാൻ? അത് ഞാൻ ഒക്ടോബർ 3-ാം തീയതി എൻ്റെ ഒന്ന് ട്രാൻസ്ക്രിപ്റ്റ് വായിക്കും, ഞാൻ പറഞ്ഞതാണ്. കാരണം ഞാനിത് കണ്ടതാണ്. കോൺഗ്രസിൻ്റെ സമയത്ത് 2G സ്കാം നടന്നപ്പോൾ ഞാനത് എക്സ്പോസ് ചെയ്തപ്പോൾ കപിൽ സിബൽ വന്ന് പറഞ്ഞു 0 ലോസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ വാദങ്ങൾ അടിസ്ഥാനരഹിതമെന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നു. പയ്യന്നൂരിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുത്ത CPM ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കഴിയുന്ന നേതാക്കൾക്ക് സംരക്ഷണം ഒരുക്കുകയാണ്. പ്രതികളായവരെ സർക്കാർ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. കേസിന്റെ ഇന്നത്തെ പോക്കിൽ വിശ്വാസ സമൂഹത്തിന് ആശങ്കയുണ്ടെന്നും കോൺഗ്രസ് അവർക്കൊപ്പമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്, താൽക്കാലിക കുറ്റപത്രമെങ്കിലും സമർപ്പിച്ച് പ്രതികൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് തടയാം. പ്രതികൾ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ എന്താണ് ഒരു ക്രിമിനൽ കേസിലെ അതിൻ്റെ പ്രത്യാഘാതം എന്താണ്? തെളിവ് നശിപ്പിക്കാൻ അവർക്ക് സാധിക്കും. അവരുടെ അറിവോടെയാണ് ഈ സ്വർണം വിറ്റിട്ടുണ്ടാവുക. അവർക്കറിയാം എവിടെ ആർക്ക് കൊടുത്തു എന്ന്. കേരള നിയമസഭ പാസാക്കിയ കേരള വന സംരക്ഷണ ഭേദഗതി ബില്ലിന് ഗവർണർ അനുമതി നൽകിയതായി മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബിൽ ഗവർണർ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയച്ചതായും ഗവർണറുടെ നടപടി സ്വാഗതാർഹമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നിയമസഭ പാസാക്കിയ വനസംരക്ഷണ ഭേദഗതി ബില്ലിനാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അംഗീകാരം നൽകിയത്. സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം മുറിച്ച് വനം വകുപ്പ് മുഖേന വിൽപ്പന നടത്താൻ അനുവദിക്കുന്ന വ്യവസ്ഥയാണ് ബില്ലിൽ എടുത്തു പറയാവുന്നത്. ഇങ്ങനെ മുറിച്ചു വിൽപ്പന നടത്തുന്ന ചന്ദനമരത്തിന്റെ വില ഭൂ ഉടമയ്ക്ക് ലഭിക്കുന്നതാണ്. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ സംസ്ഥാനത്ത് ചന്ദന കൃഷി വ്യാപിപ്പിക്കുമെന്നും കർഷകർക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളോട്, പ്രത്യേകിച്ചും കർഷക ജനതയോട് സർക്കാർ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളിലൊന്ന് ഇതിനകം പാലിക്കപ്പെടുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതനുസരിച്ച് വന ഭേദഗതി ബില്ലിന് ബഹുമാനപ്പെട്ട ഗവർണർ ഇന്ന് അംഗീകാരം നൽകിയതായി
അറിയിച്ചിട്ടുണ്ട്. അതേസമയം നിയമസഭ പാസാക്കിയ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ ഗവർണർ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചതായും മന്ത്രി അറിയിച്ചു. വന്യജീവി ആക്രമണം ഫലപ്രദമായി നേരിടുന്നതിന് നിലവിലുള്ള വ്യവസ്ഥകൾ പര്യാപ്തമല്ലാത്തതിനാലാണ് കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചത്. ജനവാസ മേഖലയിലിറങ്ങി മനുഷ്യനും ജീവനും സ്വത്തിനും നാശം വരുത്തുന്ന വന്യജീവികളെ ആവശ്യമെങ്കിൽ ഉടൻ കൊല്ലുന്നതിനോ മയക്കുവെടി വെക്കുന്നതിനോ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അനുവദിക്കുന്ന വ്യവസ്ഥയാണ് ബില്ലിലുള്ളത്. കേന്ദ്രത്തിൽ നിന്നും അനുകൂല സമീപനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഗവർണറുടെ ഈ നടപടി സ്വാഗതാർഹമാണെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗവർണറെ കണ്ടപ്പോൾ ആ നിയമത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഞങ്ങൾ ഈ ബില്ലിനെ കുറിച്ച് അദ്ദേഹത്തോട് വിശദീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടൊരു സാധനം. അപ്പോൾ കേരളത്തിലെ ഗവർണർക്ക് പോലും ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള ഒരു കർഷക സഹായ സമീപനമാണ് സർക്കാരിനുള്ളത്. ആ സമീപനത്തെയും ശരിവെച്ചുകൊണ്ടാണ് ഗവർണറുടെ ഈ തീരുമാനം ഉണ്ടായതെന്നാണ് ഞാൻ കരുതുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. റോഡ് സുരക്ഷാ സംസ്കാരം വളർത്തിയെടുക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും മോട്ടോർ വാഹന വകുപ്പും ഒരുമിച്ച് മുന്നോട്ട്. റോഡ് അപകടങ്ങൾ ഒഴിവാക്കാനെന്ന ലക്ഷ്യത്തോടെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് മാതൃകയിലാണ് റോഡ് സേഫ്റ്റി കേഡറ്റ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. റോഡ് സുരക്ഷയുടെ ആദ്യ പാഠവും ഇനി മുതൽ സ്കൂളിൽ പഠിപ്പിക്കും. അടുത്ത അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ സംസ്ഥാന വ്യാപകമായി റോഡ് സേഫ്റ്റി പദ്ധതിക്ക് സ്കൂളുകളിൽ തുടക്കം കുറിക്കും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം മാവേലിക്കരയിൽ നടക്കും. റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി റോഡ് സേഫ്റ്റി കേഡറ്റ് എന്ന ഒരു പദ്ധതി തുടങ്ങിയാണ്. ഒരു സ്കൂളിൽ നിന്ന് 30 കുഞ്ഞുങ്ങൾ അതിലുണ്ടാവും. അവർക്കുള്ള പരിശീലനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ്, മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരെല്ലാവരും കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതി ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യും. പൈലറ്റ് റൺ മാവേലിക്കര താലൂക്കിലെ ജോൺ F. കെന്നഡി മെമ്മോറിയൽ സ്കൂളിൽ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇവിടെ പരിശീലനം പൂർത്തിയാക്കിയ 30 കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഉദ്ഘാടന ദിവസം നടക്കും. കുഞ്ഞുങ്ങളിലൂടെ സുരക്ഷിതമായ ഒരു കേരളം കെട്ടിപ്പടുക്കാൻ ഈ പദ്ധതി വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പങ്കുവച്ചു. റോഡ് സുരക്ഷാ ബോധവൽക്കരണം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുക എന്ന സർക്കാർ നയത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളിൽ റോഡ് സുരക്ഷാ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് റോഡ് സേഫ്റ്റി കേഡറ്റ് പ്രോഗ്രാം നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. സുരക്ഷിതമായ റോഡ് സംസ്കാരം വളർത്തിയെടുത്ത് അപകടങ്ങൾ കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രിയോട് സൂചിപ്പിച്ചു മാവേലിക്കര വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തുല്യ അനുപാതത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടുന്ന 30 വിദ്യാർത്ഥികളായിരിക്കും ഒരു ബാച്ചിലുണ്ടാവുക. 15 മണിക്കൂർ പഠന ക്ലാസുകൾ, 5 മണിക്കൂർ പ്രവൃത്തി പരിചയം, 10 മണിക്കൂർ ശാരീരിക പരിശീലനം എന്നിവ ഉൾപ്പെടുന്നതാണ് സിലബസ്. റോഡ് നിയമങ്ങൾക്ക് പുറമെ അഗ്നിശമന സേനയുമായി ചേർന്ന് ട്രോമ കെയർ, പ്രഥമ ശുശ്രൂഷ, ലഹരി വിരുദ്ധ പ്രവർത്തനം, നീന്തൽ എന്നിവയിലും കേഡറ്റുകൾക്ക് പരിശീലനം നൽകും. KSRTC വർക്ക്ഷോപ്പുകൾ വഴി സാങ്കേതിക പ്രവൃത്തി പരിചയവും ഇവർക്ക് ലഭിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ പുതിയതായി ഒന്നും പറയാനില്ലാതെ സർക്കാർ നിയമസഭയിൽ. NSS മാനേജ്മെന്റിന് അനുകൂലമായ സുപ്രീം കോടതി ഉത്തരവ് മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. ചട്ടം 300 അനുസരിച്ച് പ്രത്യേക പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ NSS ഒഴികെയുള്ള മാനേജ്മെന്റുകൾ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുമ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിയമസഭയിലെ പ്രസ്താവന. ഏറെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും പ്രസ്താവനയെ കാത്തിരുന്നത്. എന്നാൽ വിഷയത്തിൽ പല ഘട്ടങ്ങളിലായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളതിനപ്പുറം കാര്യമായിട്ടൊന്നും ചട്ടം 300 പ്രകാരം മന്ത്രിക്ക് സഭയിൽ വ്യക്തമാക്കാനായില്ല. സ്കൂളിൽ മാറ്റിവെച്ചിട്ടുള്ള തസ്തികകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജനറൽ കാറ്റഗറിയിലെ തസ്തികകളിലേക്ക് നിയമന അംഗീകാരം നൽകണമെന്ന NSSന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2025 മാർച്ച് മാസം 4 വിധി പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി NSSന് മാത്രം ബാധകമാണെന്നും മറ്റുള്ളവർക്ക് അതിന്റെ ആനുകൂല്യം ലഭ്യമല്ല എന്നും പറഞ്ഞു. ഈ സന്ദർഭത്തിൽ NSS നൽകിയ വിധി മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് തന്നെ മുകളിൽ പറഞ്ഞ സത്യവാങ്മൂലം സുപ്രീം കോടതി ഫയൽ ചെയ്തു. കേസിന്റെ വിശദാംശങ്ങളും നാൾവഴികളുമാണ് മന്ത്രി വിശദീകരിച്ചത്. NSSന് അനുകൂലമായ വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാൻ സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ടെന്നും ഏപ്രിൽ 14 പരിഗണിക്കുമ്പോൾ അനുകൂലമായ വിധി പ്രതീക്ഷിക്കുന്നതായും പറഞ്ഞ് മന്ത്രി പ്രസ്താവന അവസാനിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രമാണ് സഭയിൽ മന്ത്രിയുടെ പ്രത്യേക പ്രസ്താവന എന്ന് ചുരുക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ഇത്തവണത്തെ SSLC പരീക്ഷ കടുപ്പമേറിയതായിരിക്കുമെന്ന പ്രചാരണം നടത്തുന്നവർക്കെതിരെ അന്വേഷണം തുടങ്ങിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കാകുലരാകേണ്ട സാഹചര്യമില്ല. ഇത്തരം പ്രചരണം നടത്തുന്നവർ കുട്ടികളെയും രക്ഷകർത്താക്കളെയും മാനസികമായി പേടിപ്പിക്കുകയാണെന്നും ഒരു മാഫിയ തന്നെ ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകത്തിന്റെയും യൂണിഫോമിന്റെയും വിതരണോദ്ഘാടനം ഈ മാസം മുഖ്യമന്ത്രി നിർവഹിക്കുമെന്നും മന്ത്രി അറിയിച്ചു. 68 ലക്ഷം പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായി കഴിഞ്ഞു. കൊട്ടാരക്കരയിൽ ചുരിദാർ ധരിച്ചതിന് പ്രധാന അധ്യാപികയെ പുറത്താക്കിയ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയോട് അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മന്ത്രി അറിയിച്ചു. പാഠപുസ്തകം, യൂണിഫോം സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം രണ്ടിൻ്റെയും സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം ഈ മാസം 13-ന് വൈകുന്നേരം 4:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് നിർവഹിക്കുന്നതാണ്. 2026-27 അധ്യയന വർഷത്തിലേക്ക് 68 ലക്ഷം പാഠപുസ്തകങ്ങളുടെ അച്ചടി നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. പുതിയ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത്തവണത്തെ പരീക്ഷ എന്നതിനാൽ ചില കോണുകളിൽ നിന്ന് ബോധപൂർവമായ ആശങ്കകൾ സൃഷ്ടിക്കുവാൻ ശ്രമം നടത്തുന്നുണ്ട്. കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ചുരിദാർ ധരിച്ച ഡ്യൂട്ടിക്കെത്തിയ പ്രധാനാധ്യാപികയെ സ്കൂൾ ഗേറ്റിൽ തടഞ്ഞ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സ്കൂളിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ശശാങ്കനെതിരെയാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാന അധ്യാപിക സിന്ധുവിനെ ഗേറ്റിൽ തടഞ്ഞപ്പോൾ ചുരിദാർ ധരിച്ചാൽ അകത്ത് കടത്തിവിടരുതെന്ന് സ്കൂൾ മാനേജർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാരന്റെ മറുപടി. ഇതേ തുടർന്ന് സിന്ധു സ്കൂൾ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിന്നീട് സ്ഥലത്തെത്തിയ പോലീസ് ഇടപെട്ട് അധ്യാപികയെ സ്കൂളിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ അധ്യാപിക നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അറസ്റ്റ് ചെയ്ത സെക്യൂരിറ്റി ജീവനക്കാരൻ ശശാങ്കനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. തുടർന്ന് മാനേജ്മെന്റ് സെക്യൂരിറ്റി ജീവനക്കാരനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. മുൻ മുഖ്യമന്ത്രിയും ജനനായകനുമായ VS അച്യുതാനന്ദന് ലഭിച്ച പത്മവിഭൂഷൺ സ്വീകരിക്കുന്നത് VSന്റെ ആദർശങ്ങൾക്കും പാർട്ടി നിലപാടിനും അനുസരിച്ചായിരിക്കുമെന്ന് VSന്റെ കുടുംബം. VSന് ജനഹൃദയങ്ങളിൽ ലഭിച്ച സ്ഥാനമാണ് ഏതൊരു പുരസ്കാരത്തെക്കാളും വലുതെന്ന് മകൻ VA അരുൺകുമാർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു. റിപ്പബ്ലിക് ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഭാരതത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതികളിലൊന്നായ പത്മവിഭൂഷൺ VS അച്യുതാനന്ദന് നൽകിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചത്. എന്നാൽ ഫേസ്ബുക്ക് വഴിയാണ് VSന്റെ മകൻ VA അരുൺകുമാർ ഇക്കാര്യത്തിൽ കുടുംബത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. അന്തരിച്ച തന്റെ പിതാവ് VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ നൽകാൻ തീരുമാനിച്ച വിവരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. ജനകീയ പോരാട്ടങ്ങളിലൂടെയും അചഞ്ചലമായ രാഷ്ട്രീയ നിലപാടുകളിലൂടെയും പതിറ്റാണ്ടുകളോളം കേരളത്തിലെ പൊതുസമൂഹത്തിനൊപ്പം സഞ്ചരിച്ച VSനോട് ജനങ്ങൾ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും എന്നും കേന്ദ്രത്തിന് വലിയ കരുത്താണ്. ഈ പുരസ്കാരം അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തോടുള്ള ആദരമായി കാണണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. എന്നാൽ ഇത്തരം ഔദ്യോഗിക പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് VS പ്രതിദാനം ചെയ്ത പ്രസ്ഥാനത്തിന് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ടെന്നും ആ മൂല്യങ്ങളെയും പാർട്ടിയുടെ തീരുമാനങ്ങളെയും ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം എപ്പോഴും മുറുകെ പിടിച്ചിരുന്നതായും അരുൺകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. പിതാവിന്റെ ആദർശങ്ങൾക്കും പാർട്ടി നിലപാടുകൾക്കുമൊപ്പമായിരിക്കും ഇക്കാര്യത്തിൽ കുടുംബത്തിന്റെ തീരുമാനമെന്നാണ് അരുൺകുമാർ വ്യക്തമാക്കുന്നത്. VSന് ജനഹൃദയങ്ങളിൽ ലഭിച്ചിട്ടുള്ള സ്ഥാനമാണ് ഏതൊരു പുരസ്കാരത്തെക്കാളും വലുതെന്നും കുടുംബം വിശ്വസിക്കുന്നതായും VA അരുൺകുമാർ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.